പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ദേവബാല. ഇതേ തുടർന്ന് ഒടുവിൽ അഭിഷേകിന്റെ വീടിന്റെ താക്കോൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന ദേവബാല ആ കീ തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗായത്രിയോട്. മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ മുന്നിലില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ വീടിന്റെ കീ കൊടുക്കുന്നതിനായി തയ്യാറാവുകയാണ് ഗായത്രി. അമ്മ ഒന്നും വിചാരിക്കരുത്, അമ്മ പുറത്തു പോവുകയല്ലേ, ഞാനാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ കാണും. അപ്പോൾ എനിക്കും ആവശ്യങ്ങൾക്കായി എന്തെങ്കിലുമൊക്കെ പുറത്തു പോവുകയോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇടയ്ക്ക് കയറി വരികയോ ചെയ്യേണ്ടി വരും. അമ്മ ഇവിടെ ഇല്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ കയറുക? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ താക്കോൽ ചോദിച്ചത് കേട്ടോ, അല്ലാതെ യാതൊന്നുമില്ല. അമ്മ വെറുതെ തെറ്റിദ്ധരിക്കരുതേ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇല്ല എന്ന മറുപടി നൽകിക്കൊണ്ട് താക്കോൽ കൊടുക്കുന്നതിന് നിർബന്ധിതയാവുകയാണ് ഗായത്രി. പക്ഷേ ഗായത്രിയുടെ മനസ്സിൽ ഈ സംഭവം കൂടുതൽ ചോദ്യങ്ങൾ ഉടലെടുക്കാൻ കാരണമാകുന്നു. ദേവബാലയുടെ അസുഖമാണോ ഈ ആവശ്യത്തിന് പിന്നിലെന്നും ദേവബാല അതോ അഭിനയിക്കുകയാണോ എന്നുമുള്ള ചോദ്യം ഗായത്രിയുടെ മനസ്സിൽ ഉണ്ടാകുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഗായത്രി ഇതേ തുടർന്ന് ഉറപ്പിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നും അവൾ അതീവ തന്ത്രശാലിയാണ് എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന ഗായത്രി ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഉടൻ ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഗായത്രി തയ്യാറാവുകയും ചെയ്യുന്നു. ഇതേ സമയം ഇനി മുതൽ തൻ്റെ ആധിപത്യം ഈ വീട്ടിൽ ഉറപ്പിക്കണമെന്നും എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട്ടിൽ നിന്ന് താൻ പോവുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന ദേവബാല ഇതേ തുടർന്ന് ഓരോ അധികാരവും വെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുകയാണ്. ഇതേ സമയം അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം അറിയാതെ ചതിയിലേക്ക് നടന്നു കയറുകയാണ് അഭിഷേകും അതുപോലെ തന്നെ ഇഷയും. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. വീട്ടിൽ വളരെയധികം പ്രൈവസിയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് വീട്ടിലെ വേലക്കാരും നമ്മൾക്ക് എതിരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് അഭിഷേക്. അവിടെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് ഈ വീട്ടിൽ എന്തൊക്കെയോ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലേ എന്ന് ഇഷയോട് ചോദിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഇഷ എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താണ് അഭിഷേകിന് സ്ട്രെയിഞ്ചായി തോന്നിയത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇവിടെയുള്ളവരുടെ സംസാരം എനിക്ക് അതീവ സ്ട്രെയിഞ്ചായി തോന്നിയെന്ന് വ്യക്തമാക്കുകയും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ഇതെല്ലാം ഒരുപക്ഷെ അഭിഷേകിന്റെ തോന്നലായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അഭിഷേകിനോട് ഇഷ. എന്നാൽ ഇതേ സമയം അഭിഷേകും ഇഷയും കൂട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് എന്നും ഇരുവരെയും ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കുമെന്നും രാഹുൽ സാർ വിചാരിച്ചതുപോലെ അഭിഷേകിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാക്കാം എന്നുള്ള കാര്യവും ഉറപ്പു നൽകിയിരിക്കുകയാണ് പണിക്കാർ. ഇതേ സമയം കൊല്ലുന്നതിനായി പുതിയൊരു വാടക ഗുണ്ടയും വന്നെത്തിയിരിക്കുകയാണ്. ഇതെല്ലാം മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ രാഹുലും നിൽക്കുകയാണ്. ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ദുരന്തം വന്നു സംഭവിക്കുന്നത്. രാഹുൽ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് അപ്രതീക്ഷിതമായി അഭിഷേകിനെ ആക്രമിച്ചിരിക്കുകയാണ് വാടക ഗുണ്ട. അതും ഇഷ ഇല്ലാതിരുന്ന സമയത്താണ്.
ഇതേസമയം ഇഷ അഭിഷേകിനെ കണ്ടില്ലല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് അഭിഷേകിനെ കണ്ടോ എന്ന് അവിടെയുള്ള പണിക്കാരോട് ചോദിക്കുകയും ചെയ്യുന്നുവെങ്കിലും കണ്ടില്ല എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. ഇതോടെ എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാതെ ഇഷ ഭയപ്പെടുകയാണ്. ഇതിനിടയിൽ ഇഷ ബംഗ്ലാവിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള നിർദ്ദേശം പണിക്കാർ അറിയിച്ചിരിക്കുകയാണ് രാഹുലിനെ. ഇത് കേൾക്കുന്ന രാഹുൽ ആദ്യം അഭിഷേകിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ, അതിനുശേഷം അവളെ ആ റൂമിൽ വെച്ച് തന്നെ കൈകാര്യം ചെയ്യാം എന്നുള്ള തീരുമാനവും എടുക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ യാത്രയിലൂടെ ഇഷ എന്നേക്കുമായി എൻ്റേതായി മാറുകയും ചെയ്യും. അവളെ എന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ മറ്റാർക്കും സാധിക്കുകയും ഇല്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേ സമയമാണ് അഭിഷേകിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അഭിഷേക് തകർന്നു പോവുകയും ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. അഭിഷേകിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അഭിഷേക് മനസ്സിലാക്കുകയും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് രാഹുലിനെ രക്ഷിക്കുന്നതിനായി പുതിയൊരു അതിഥി അപ്രതീക്ഷിതമായി കടന്നെത്തുന്നത്. ഇതോടെ ഭാഗ്യം കൊണ്ട് മാത്രം അഭിഷേകിന് രക്ഷപ്പെടാൻ സാധിച്ചിരിക്കുകയാണ്. അഭിഷേകിനെ രക്ഷിച്ച അയാൾ ഇതേ തുടർന്ന് അഭിഷേകിനെ എവിടേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത് എന്ന് ചോദിക്കുകയും ഇപ്പോൾ ഏറ്റ മുറിവുകളൊന്നും അത്ര ഗുരുതരമല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഉടൻ തന്നെ ഇതിന് പരിഹാരമുണ്ടാകും എന്നും അറിയിച്ചതിനെ തുടർന്നാണ് ഇഷയെ ഫോൺ ചെയ്ത് തനിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ പറ്റി അഭിഷേക് അറിയിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.